ഇ.പി. ജയരാജൻ ബി.ജെ.പിയിലേക്ക് പോകുന്നു എന്ന പേരിൽ തുടങ്ങിയ വിവാദം അതിപ്പോഴും ശമിച്ചിട്ടില്ല. പക്ഷേ അധികം ശ്രദ്ധിക്കപ്പെടാത്ത ഒരു പ്രധാനപ്പെട്ട സംഗതി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. മുഖ്യമന്ത്രി പിണറായി വിജയൻ CPM-ൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗം കൂടിയാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, ജയരാജൻ്റെ ഭാഗത്തു നിന്ന് ജാഗ്രത കുറവുണ്ടായി. സാധാരണ CPM സെൻഷർ ചെയ്യുക എന്ന് പറയുന്ന താക്കീത് ചെയ്യുന്ന നടപടി എടുക്കുമ്പോഴാണ് ജാഗ്രത കുറവുണ്ടായി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ജയരാജനെ ശാസിച്ചതാണോ? അങ്ങനെ ശാസിക്കാൻ മുഖ്യമന്ത്രിക്ക് കഴിയുമോ? പാർട്ടി സെക്രട്ടറി അല്ലേ ചെയ്യേണ്ടത്? അവൈലബിൾ PB ഒക്കെ കൂടിയിട്ട് അങ്ങനെ തീരുമാനമെടുത്താണെങ്കിൽ പോലും ഗോവിന്ദൻ പറയാതെ പിണറായി പറയുന്നത് എന്തുകൊണ്ടാണ്? പിണറായിയോളം പോരാ ഗോവിന്ദൻ എന്നാണോ? അല്ലെങ്കിൽ ജയരാജനെ ശാസിക്കാൻ ഗോവിന്ദന് പാങ്ങ് പോരാഞ്ഞിട്ടാണോ? അല്ല, ഇതിലൊരു ഗൗരവമുള്ളൊരു വിഷയം എന്ന് പറയുന്നത്, പിണറായിയുടെ നമ്മൾ ഇതുവരെയുള്ള ചരിത്രങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാർട്ടിയുടെ നടപടിക്രമങ്ങളെ ഒരു കാരണവശാലും അണിവിടെ പോലും തെറ്റിക്കാത്തൊരു നേതാവാണ്. അതെ, മറ്റ് പലരും അതൊക്കെ VS ഒക്കെ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് വളരെ ശ്രദ്ധിക്കപ്പെടുന്നത്. അതെ, അതുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ അദ്ദേഹം ചെയ്ത ഒരു ഇടപെടൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റായിട്ടുള്ള ഒരു നടപടിക്രമമാണ്. കാരണം അദ്ദേഹം പോളിറ്റ് ബ്യൂറോ മെമ്പറാണ്, ജയരാജൻ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. പോളിറ്റ് ബ്യൂറോ മെമ്പർക്ക് വേണമെങ്കിൽ കേന്ദ്ര കമ്മിറ്റി അംഗത്തിനെതിരെ അത്തരത്തിലൊരു സെൻഷറിങ് അനുവദിക്കാവുന്നതല്ലേ, അല്ലെങ്കിൽ അതിനുള്ള അനുവാദമുള്ളതല്ലേ എന്നൊക്കെ പലർക്കും പറയട്ടെ. അല്ല, അങ്ങനെ തോന്നാം, പക്ഷേ അങ്ങനെയൊന്നും ഇവർക്ക് ചെയ്യാൻ പാടില്ല. പോളിറ്റ് ബ്യൂറോ മെമ്പറായി കഴിഞ്ഞാലും അത് പരസ്യമായിട്ട് പ്രഖ്യാപിക്കാനായിട്ട് പാർട്ടി അനുവദിക്കുന്നില്ല. അവർക്കത് ചെയ്യാം. എപ്പോഴാണ് അവർ അവൈലബിൾ PB കൂടി ഒരു തീരുമാനമെടുത്തിട്ട് ആ തീരുമാനം എന്ന നിലക്ക് അത് പറയുകയാണെന്ന് വെച്ചാൽ ശരിയാണ്. പക്ഷേ ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ടി സെക്രട്ടറി അതിൻ്റെ ഒരു ആംബിയർ കാണിക്കുന്നില്ല. ഇത്തരം കാര്യങ്ങളുണ്ടാകുന്ന സമയത്ത് കൂടിയിരിക്കാം. ശരിയാണ്, കൂടിയിട്ടാണ് പറയുന്നതെങ്കിൽ തെറ്റില്ല. പക്ഷെ പറയേണ്ടത് പിണറായി അല്ലല്ലോ. അല്ല, അപ്പോൾ പറയേണ്ടത് പാർട്ടി സെക്രട്ടറിയാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അവൈലബിൾ PB കൂടി എന്ന് നമ്മൾ എന്താണ് അങ്ങനെ സങ്കല്പിക്കുന്നതിൽ വലിയ കഥയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ വിഷയത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി ആരെങ്കിലും ഇതിനെ തടയിട്ടേ പറ്റൂ എന്ന് തോന്നിയത് കൊണ്ടായിരിക്കാം പെട്ടെന്ന് അങ്ങനെ പിണറായി. എങ്കിലും പാർട്ടി മര്യാദ അനുസരിച്ച് പിണറായിക്ക് അങ്ങനെ തോന്നിയാലും പിണറായി ഗോവിന്ദനെ കൊണ്ടല്ലേ പറയിപ്പിക്കേണ്ടത്? അതെ, അത് പക്ഷേ നമുക്കറിയാമല്ലോ, പിണറായി എപ്പോഴും ഗോവിന്ദനെ വളരെ ഒരു ലോ പ്രൊഫൈലിലാണ് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. ഇത് ഇപ്പോൾ മാത്രമല്ല, എപ്പോഴും അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ സംഭവിക്കാൻ പാടില്ലാത്തതാണ്. പാർട്ടി സെക്രട്ടറി സാധാരണ രീതിയിൽ എന്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് നടക്കുന്നത്? പാർട്ടി സെക്രട്ടറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാർട്ടി സെക്രട്ടറിയാണ് പവർ. പാർട്ടി സെക്രട്ടറിയാണ് പവർഫുള്ളായിട്ട് ആക്ടിവേറ്റ് ചെയ്യേണ്ടത്. കേരളത്തിൽ പക്ഷേ അങ്ങനെയല്ല സംഭവിക്കുന്നത്. കേരളത്തിൽ ഇപ്പോൾ ഈ ഭരണകൂടം പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടം ഉണ്ടായതിനു ശേഷം അദ്ദേഹം തന്നെയാണ് പാർട്ടി സെക്രട്ടറിയെ നിയന്ത്രിക്കുന്ന സാഹചര്യം വന്നിരിക്കുന്നത്. മുൻപ് നോക്കൂ, VS അച്യുതാനന്ദൻ പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് EK നായനാർ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് മുഖ്യമന്ത്രിയെ നിയന്ത്രിച്ചിരുന്നത് ആരാണ്? VS ആയിരുന്നു. കാരണം എന്ന് വെച്ചാൽ ചോദ്യം ചെയ്യപ്പെടാത്ത തരത്തിൽ ഒരു ക്രെംലിൻ കൊട്ടാരമായിട്ടാണ് VS-ൻ്റെ പാർട്ടി കുടീരം അന്ന് പ്രവർത്തിച്ചിരുന്നതെന്ന് പലപ്പോഴും നിരീക്ഷകർ പ്രഖ്യാപിക്കാറുണ്ടായിരുന്നു. അത്ര ശക്തമായിട്ടാണ് പാർട്ടി സെക്രട്ടറിൻ്റെ ഇടപെട്ട്. നമ്മുടെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഗോവിന്ദൻ എന്ന് പറയുന്ന CPM-ൻ്റെ പാർട്ടി സെക്രട്ടറിക്ക് ഒരു കാരണവശാലും പാർട്ടിയുടെ മുഖ്യമന്ത്രിയായിരിക്കുന്ന പിണറായി വിജയനെ നിയന്ത്രിക്കാനായിട്ട് കഴിയുന്നില്ല എന്ന സെൻസാണ് സമൂഹത്തിനകത്തുള്ളത്. ഞാനാണ് പാർട്ടി എന്ന മെസ്സേജാണോ മുഖ്യമന്ത്രി കൊടുക്കുന്നത്? അല്ല, നമ്മളിപ്പോൾ ചർച്ച ചെയ്യും പലപ്പോഴും ഐ ആം ദ പാർട്ടി, ഐ ആം ദ സ്റ്റേറ്റ് എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനത്തെ ഒരു സെൻസ് പല ഘട്ടങ്ങളിലും വരുന്ന മാതിരിയാണ് നമുക്ക് തോന്നുന്നത്. പക്ഷേ പിണറായി ഒരിക്കലും പാർട്ടിയുടെ ഈ ചട്ടക്കൂടിന് വിരുദ്ധമായിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യാറില്ല, പൊതുപ്രസ്താവനകളോ പ്രവർത്തനങ്ങളോ ഒരിക്കൽ സംഭവിച്ചിരുന്നു. അത് VS ആയിട്ടുള്ള എന്താണ് ശക്തമായിട്ടുള്ള ഷണ്ടയുടെ കാലത്താണ്. അന്ന് എന്ത് ചെയ്തു, PB രണ്ടുപേരെയും താക്കീത് കൊടുക്കുകയാണ് ചെയ്തത്. രണ്ടുപേർക്കെതിരെയും, VS-നെതിരെയും അതുപോലെ പിണറായിക്കെതിരെയും ശക്തമായിട്ടുള്ള താക്കീത് നൽകി എന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാവുന്നതാണ്, പഴയ കഥകളാണ്. പക്ഷേ പൊതുവിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിണറായി എപ്പോഴും ഇതിങ്ങനെ ഈ ചട്ടക്കൂട് കീപ്പപ്പ് ചെയ്ത് പോകുന്നതായിട്ടുള്ളൊരു ലീഡറാണ്. അപ്പോൾ ഇപ്പോൾ ഈ വിഷയത്തിൽ എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ. എന്തുകൊണ്ടായിരിക്കും? അല്ല, അദ്ദേഹം ഇതുവരെ വന്നിരിക്കുന്ന രീതി മാറ്റി രാവിലെ എവിടെ വെച്ചാണ് വോട്ട് ചെയ്യാൻ പോകുന്ന ബൂത്തിൽ വെച്ചിട്ടാണ്? അല്ല, അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്താണ് ഈ E.P. ജയരാജൻ പാർട്ടിക്ക് ഉണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ്? തെരഞ്ഞെടുപ്പ് നടക്കണം അന്ന് തന്നെ രാവിലെ ഞാൻ പ്രകാശ് ജാവദേക്കറെ കണ്ടു എന്ന് അദ്ദേഹം സമ്മതിക്കുന്നു. അന്ന് തന്നെ സമ്മതിക്കേണ്ട എന്തെങ്കിലും അടിയന്തര അത്യാഹിത മുഹൂർത്തം ഉണ്ടോ? അല്ല, അത് പാർട്ടിയോട് ആലോചിക്കാതെ ജയരാജൻ പറയുമോ? അല്ല, അങ്ങനെയാണല്ലോ സംഭവിച്ചിരിക്കുന്നത്. അല്ലേ പിന്നെ ഇങ്ങനത്തെ ഒരു മറുപടിയുടെ കാര്യം വരില്ല. അന്ന് തന്നെ എന്തൊക്കെയാണ് അങ്ങനെ ഇതിൽ രാഷ്ട്രീയ പ്രവർത്തകരുടെ ഏത് പ്രവർത്തനവും
നിഷ്കളങ്കമല്ല എന്നാണ് പൊതുസമൂഹം വിശ്വസിക്കുന്നത്. ഇങ്ങനെ ഒരു പ്രസ്താവന കൊടുക്കുന്നുണ്ടെങ്കിൽ അതിങ്ങനെ ഒരു മുഹൂർത്തത്തിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ പാർട്ടിക്ക് ഡാമേജ് ഉണ്ടാക്കുന്നതാണ്, പാർട്ടി ഉയർത്തുന്നതായിട്ടുള്ള മുദ്രാവാക്യത്തിൻ്റെ മുനയൊടിക്കുന്നതാണ്. കാരണം പാർട്ടിയുടെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP എന്നാണ്. അതിന് സഹായകരമായിട്ടുള്ള രീതിയിൽ ഉള്ള ഒരു പ്രസ്താവനയായിട്ട് ഇതിനെ എതിരാളികൾ ഉപയോഗിക്കും എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു പ്രസ്താവന കയ്യിൽ വെച്ച് താലത്തിൽ വെച്ച് കൊടുക്കാൻ പാടുണ്ടോ? അല്ല, പാർട്ടിയുമായിട്ട് വളരെ അടുത്ത ബന്ധം ഇപ്പോഴുള്ള ആളാണല്ലോ പിയേഴ്സൺ മാഷ്. CPM-നെ ഞെട്ടിച്ചിട്ടുണ്ടോ ജയരാജൻ്റെ ഈ അല്ല CPM ജാവദേക്കർ കൂടിക്കാഴ്ച? അല്ല, CPM-നെ ഞെട്ടിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൻ്റെ അന്ന് തന്നെ അദ്ദേഹത്തിന് മറുപടിയല്ല. ജയരാജൻ ഇങ്ങനെ പോകാൻ ശ്രമിച്ചു, അത് ജാവദേക്കറൊക്കെ കണ്ടു, 1-2 മീറ്റിംഗ് കഴിഞ്ഞു, അതിന് തെളിവുകളുണ്ട് എന്നുള്ള വാർത്ത പുറത്തു വരുമ്പോൾ ഷോക്കിംഗ് ആണോ? അല്ല, എനിക്ക് തോന്നുന്നത് സാധാരണ പാർട്ടിക്കാർക്ക് അല്ല എനിക്ക് തോന്നുന്നത് ഇയാൾ BJP ചേരാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയി എന്ന് പാർട്ടിക്കാരും വിശ്വസിക്കുന്ന ഞാൻ കണക്കാക്കുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അതൊരു ഷോക്കിംഗ് ന്യൂസാണ്. EP പോയിട്ട് BJP ചേരുന്നതിന് വേണ്ടിയിട്ട് എന്താണ് കേരളത്തിലെ BJPയുടെ പ്രൊഫൈലിയായിട്ടുള്ള പ്രകാശ് ജാവദേക്കറെ കണ്ടു എന്ന് പറയുന്നത് ഷോക്കിംഗ് ന്യൂസാണ്. പാർട്ടി മാറാൻ തീരുമാനിച്ചത്. പക്ഷെ അങ്ങനത്തെ ഒരു വിഷയം ഞാൻ ഇതിനകത്ത് കാണുന്നില്ല. അദ്ദേഹത്തിൻ്റെ ബിസിനസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളോ മകനുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളോ ഒക്കെ ആയിരിക്കാം അതിൻ്റെ ചർച്ചയുടെ വിഷയങ്ങൾ എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. അതൊരു ഷോക്കിംഗ് അല്ല ശരിക്കും പറഞ്ഞു. പക്ഷേ CPM-ന് ഷോക്കിംഗ് അല്ലേ? CPM-ന്റെ ഒരു വലിയ നേതാവിന് ബന്ധവൈരിയായ പാർട്ടിക്കാരനുമായി ബന്ധപ്പെട്ട് ഡീലുണ്ടെന്ന് പറയുന്നത് ശരിയാണ്. ഞാൻ പറഞ്ഞത് ഇപ്പോൾ നമുക്കറിയാം കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ പല കാര്യങ്ങളിലും ഇടപെടുകയും കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യും. എപ്പോഴാണ് അത് ഷോക്കിംഗ് ആവണത്? അത് ഒരു പൊളിറ്റിക്കൽ ന്യൂസ് ആവുന്ന സമയത്താണ്. EP ജയരാജൻ്റെ ഈ എന്താണ് കൂടിക്കാഴ്ച അതൊരു പൊളിറ്റിക്കൽ ന്യൂസായിപ്പോയി. പൊളിറ്റിക്കൽ ന്യൂസായി പലതരത്തിലത് ഇൻ്റർപ്രറ്റ് ചെയ്യപ്പെടുന്നു. അതുകൊണ്ട് അത് ഷോക്കിംഗ് ആയി തീരുകയാണ് ചെയ്യുന്നത്. അതല്ലാത്ത ഞാൻ പറയുന്നത് അതിൻ്റെ ഒരു എന്താണ് ഒരു റിയൽ തലത്തിൽ നമ്മൾ നോക്കുന്ന സമയത്ത് അത്ര വലിയ. പക്ഷേ BJP പെട്ട മുഴുവൻ പേരും അവർ പറയുന്ന ഇത് വേറൊന്നുമല്ല, ഞങ്ങളുടെ പാർട്ടി ചേരാൻ വേണ്ടി തന്നെയാണെന്ന് പ്രകാശ് ജാവദേക്കറും പറയുന്നു. അതെ, ആ വാർത്ത വരുമ്പോഴാണല്ലോ ശരിക്കും അത് ഷോക്കിംഗ് ആവുന്നത്. പക്ഷേ അതങ്ങനെ അല്ലെങ്കിൽ പിന്നെ അത് ഷോക്കിംഗ് അല്ലല്ലോ ശരി. ഞാനങ്ങനെ കരുതുന്നില്ല ശരിക്കും. ഞാൻ ഇയാളങ്ങനെ ജയരാജൻ്റെ ഏതെങ്കിലും ബിസിനസ് ആവശ്യത്തിന് BJPയുടെ സഹായം വേണമെങ്കിൽ ജയരാജൻ ജാവദേക്കറെയാണ് പോയി കാണേണ്ടത്. ജാവദേക്കർ ജയരാജൻ്റെ വീട്ടിലാണ് പോയത്. അതിന് ജയരാജൻ പറഞ്ഞ ന്യായീകരണവും അദ്ദേഹത്തിൻ്റെ മകൻ്റെ പിറന്നാൾ ആഘോഷത്തിനും വിളിക്കാതെ വന്നു കയറിയ ഏതോ ഫ്ലാറ്റിലെ അടച്ചിട്ട മുറിയിൽ നടക്കുന്ന പിറന്നാൾ ആഘോഷത്തിന് മുൻ കേന്ദ്രമന്ത്രിയൊക്കെ ആയിരുന്ന ജാവദേക്കർ അറിഞ്ഞു കേട്ട് അങ്ങോട്ട് പോയി എന്ന് പറയുന്ന ഒരു നാറേറ്റീവ്. അല്ല, അതൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. കാരണം എന്താ വെച്ചാൽ അങ്ങനെ പോകും എന്ന് കരുതുന്നുണ്ട്. ഞാൻ കരുതുന്നില്ല. ഞാനും കരുതുന്നില്ല. കേരളത്തിലെ പാർട്ടിക്കാർ കരുതുന്നു. കാരണം ആരും കരുതുന്നുണ്ടാവില്ല. അപ്പോൾ പിന്നെ അതിൻ്റെ അകത്ത് ഉള്ള ദുരൂഹതയുണ്ട്. ആ ദുരൂഹതയാണ് ഇത് ഇനി ഇത്തരത്തിൽ പല വ്യാഖ്യാനങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് CPM-ന് ഇതൊന്നും ഉലച്ചിട്ടില്ലേ? കാരണം CPM-ന്റെ ഏറ്റവും വലിയ നേതാക്കന്മാർ തീർച്ചയായിട്ടും CPM-നെ ഉലച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ഷോക്കിംഗ് എന്ന് പറയാത്തതിന് കാരണം എന്ന് വെച്ചാൽ EP ആയിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ടിട്ട് ഇപ്പോൾ കുറേ കാലമായി അല്ലേ? വൈദേഹം റിസോർട്ട് അടക്കം മാത്രമല്ല ചന്ദ്രശേഖരനായിട്ട് ബന്ധപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ പല പല രീതിയിൽ നമുക്ക് അറിയാവുന്നൊരു കാര്യം എന്താണ്, EP എന്ന് പറഞ്ഞതിനിടയിൽ ഇതിൻ്റെ ഒരു ബിസിനസ് കേന്ദ്രമാണ് CPM-നകത്തെ. അപ്പോൾ ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് നമ്മൾ പറഞ്ഞാൽ ഇവരുടെ കച്ചവടങ്ങളാണ്. നമുക്ക് നമ്മൾ ഓർമ്മിക്കണം 2 കോടി രൂപ ദേശാഭിമാനിക്ക് വാങ്ങിച്ചത്. അപ്പോൾ അയാൾ സാന്ത്യാഗോ മാർട്ടിനൊക്കെ ആയിട്ടുള്ള ബന്ധം അങ്ങനെ നോക്കുന്ന സമയത്ത് ഇയാളൊരു വിവാദ പുരുഷനാണ് ശരിക്കും പറഞ്ഞാൽ പല കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന സമയം. അതുകൊണ്ടാണ് അത് പെട്ടെന്ന് അങ്ങനെ ഷോക്കിംഗ് അല്ലാതെ പോകുന്നത്. കാരണം ആളുകൾ കരുതി ഇയാളുടെ ഇവൻ്റെ പണി ഇതാണല്ലോ എന്ന് കരുതുന്ന തരത്തിൽ ഒരാൾ കേന്ദ്ര കമ്മിറ്റി അംഗവും LDF-ന്റെ കൺവീനറുമാണ്. അതൊക്കെ ശരിയാണ്, അതെല്ലാം ശരിയാണ്. അതൊക്കെ ശരിയാകുമ്പോഴും ഇങ്ങനെ കരുതാൻ പറ്റുന്ന തരത്തിലുള്ള ഒരുപാട് ഇമേജസ് പല ഘട്ടങ്ങളിലായിട്ട് CP നിർമ്മിച്ചു വെച്ചിട്ടുണ്ട് അല്ലേ? അതാണുള്ള പ്രശ്നം. എന്നിട്ട് പാർട്ടി സഹിക്കുന്നതിന് അല്ല, ഈ കാര്യത്തിൽ പാർട്ടി എന്തെങ്കിലും സംഭവിച്ചേക്കുന്നിരിക്കുന്ന മാത്രമല്ല പല ഫണ്ട് റേസിങ്ങിൻ്റെ കേന്ദ്രം ആരാണ്? EP അല്ലേ? പാർട്ടിയുടെ ഫണ്ട് ആ പാർട്ടിക്ക് ഫണ്ട് ആവശ്യമായ സമയത്ത് EP-നെ ഏൽപ്പിക്കും. EP പോയി ഫണ്ട് റേസ് ചെയ്യും. ഇതാണ് EP-യും പാർട്ടിയും തമ്മിലുള്ള യഥാർത്ഥത്തിലുള്ള ഒരു ബന്ധം എന്ന് പറയും. അതിൽ വന്ന് പെടുന്ന അപകടങ്ങളാണ് ഇത്തരത്തിൽ പല സമയത്തും വിവാദമായിട്ട് ഉയർന്നു വരുന്നത്. അതൊക്കെ എനിക്കിപ്പോൾ അതൊക്കെ നല്ല കാര്യങ്ങളായിട്ട് ഒരിക്കലും നേരത്തെ തോന്നി ഇപ്പോഴും ഇല്ല. ഞാൻ പല ഘട്ടത്തിലും അതെല്ലാം അത് ശക്തമായിട്ട് വിമർശിച്ചതാണ്. ഇങ്ങനെ ഉള്ള പരിപാടികളുമായിട്ട് നടന്നാൽ അവർക്ക് ഇടതുപക്ഷ രാഷ്ട്രീയത്തെ ഒരിക്കലും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന നിലയിൽ ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ, CPM-ൽ ജയരാജൻ്റെ ഭാവി എന്താണ്? അല്ല, ഇപ്പോൾ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തിൽ ഇടപെടുകയും നടപടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് പോകാനായിട്ടുള്ള സാധ്യതകളുണ്ട്. പക്ഷേ
നമ്മൾ കാണുന്ന ഒരു പഴയ ഘട്ടത്തിലുള്ള പാർട്ടിയും ഇതും തമ്മിലൊക്കെ വലിയ വ്യത്യാസമില്ല. പഴയ ഘട്ടത്തിലൊക്കെ ആണെന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും നടപടി ഉണ്ടാവുമായിരുന്നു. ഇപ്പോൾ അതുണ്ടാവില്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇതിൻ്റെയൊക്കെ ഇതെല്ലാം ഇങ്ങനെ ഫ്ലെക്സിബിളായി പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ ചെയ്യുന്നത്. പിണറായിയുടെ പരസ്യശാസ്ത്രയോടെ കഴിയുമോ? അല്ല, അതായിരിക്കില്ല. എന്തായാലും അടുത്ത ദിവസം എനിക്കൊന്ന് തിങ്കളാഴ്ച തന്നെ സെക്രട്ടേറിയറ്റ് കൊടുക്കുന്നുണ്ട്. സെക്രട്ടേറിയറ്റ് ഒന്നും ചെയ്യാൻ കഴിയില്ല, ചർച്ചകളൊക്കെ കേന്ദ്ര കമ്മിറ്റിയും കാണാം. അതെ. അപ്പോൾ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും അവർക്ക് നേരെ കേന്ദ്ര കമ്മിറ്റിക്ക് കൊടുക്കാം. കേന്ദ്ര കമ്മിറ്റി ഡിസ്കസ് ചെയ്യാൻ ശേഷം പോളിറ്റ് ബ്യൂറോയിൽ അത് ചർച്ച ചെയ്യാം. നടപടി എടുക്കാം. എന്തായാലും എന്തായാലും ഇവിടെ നടപടികളൊന്നും ഉണ്ടാവും എന്ന് ഞാൻ കണക്കാക്കുന്നത്. CC-യിൽ നിന്ന് ഒഴിവാക്കിയിട്ട് LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് ജയരാജനെ മാറ്റും. അത് നടപടികൾ വന്ന കൺവീനർ സ്ഥാനത്തൊക്കെ മാറ്റുകയല്ലേ? മാറ്റും, നടപടി വന്നാൽ. അതല്ലാണ്ട് നടപടി എടുക്കാതിരിക്കാൻ പറ്റുമോ? അല്ല, നടപടി എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും സംഭവിക്കുന്നത്. പിന്നെ അത് ഉണ്ടാവില്ല. നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ കൺവീനർമാർക്കൊക്കെ പല ഘട്ടങ്ങളിൽ ഇങ്ങനെ മുന്നണി കൺവീനർ തന്നെ BJP പോകാനായിട്ട് തയ്യാറായി എന്ന് പറയുമ്പോൾ ആ മുന്നണിയുടെ അവസ്ഥ എന്താണ്? ക്രെഡിബിലിറ്റി എന്താണ്? അല്ല, അങ്ങനെയാണെന്ന് ഞാൻ കരുതുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ BJP പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പരിപാടികൾക്കൊക്കെ പോയെന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെ കരുതുകയാണെന്ന് പറഞ്ഞാൽ വലിയ കഷ്ടമായിരിക്കും CPIൻ്റെ സ്ഥിതി എന്ന് പറഞ്ഞാൽ. BJP പോകാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം പോയത് എന്ന് പറഞ്ഞത്. ഏതായാലും അങ്ങയുടെ കമ്മ്യൂണിസ്റ്റ് പരിചയത്തിൻ്റെ അടിസ്ഥാനത്തിൽ തോന്നുന്നു LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് ജയരാജനെ മാറ്റുമെന്നാണ്. നടപടികളിലേക്ക് പോയാൽ എന്തെങ്കിലും നടപടി എടുത്താൽ അത് സ്വാഭാവികമായിട്ട് നടപടി എടുക്കാതിരിക്കാനും പറ്റില്ല. അല്ല, അതായിരിക്കും. അതിപ്പോൾ അവർ സാധാരണ ഇയാളെ ബോധ്യപ്പെടുത്തണം, അംഗങ്ങളെ കൂടി ബോധ്യപ്പെടുത്തണമല്ലോ. ബോധ്യപ്പെടുത്തണം, ആളുകളെ ബോധ്യപ്പെടുത്തണം. മാത്രമല്ല, തെരഞ്ഞെടുപ്പിൻ്റെ അന്ന് തന്നെ അങ്ങനെ പോയി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണോ സംഭവിച്ചത്? ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് വിഷയങ്ങൾക്ക് ഉത്തരം കണ്ടെത്തേണ്ടി വരും. അപ്പോൾ അതൊക്കെ എന്താണ് നമുക്ക് കാത്തിരുന്ന് കാണാം. നടപടികളിലേക്ക് പോയാൽ എന്തായാലും കൺവീനർ സ്ഥാനത്ത് അദ്ദേഹത്തിന് മാറ്റേണ്ടതായിട്ട് വരും. ഇങ്ങനെ മാറ്റുമ്പോൾ പാർട്ടിയിൽ നിന്ന് ഞാൻ നേരത്തെ സൂചിപ്പിക്കുമെന്ന് എനിക്കറിയില്ല, പല ഘട്ടങ്ങളിലായിട്ട് പാർട്ടിയുമായിട്ട് പിണങ്ങി നിൽക്കുന്ന ഒരു EP എന്ന് നമുക്കറിയാം. ആ EP ഇങ്ങനെ പുറത്താക്കപ്പെടുന്നൊരു സാഹചര്യം വന്നാൽ നേരത്തെ എന്ന് പറയുന്നത് അവരൊന്നും BJPയിലേക്ക് പോകില്ലായിരുന്നു. നേരത്തെ ഒരു സാഹചര്യത്തിൽ അവർ വേറെ പാർട്ടി ഉണ്ടാവും. അല്ല, ഇപ്പോൾ വേണമെങ്കിൽ BJPയിലേക്കും പോകാം. കാരണം എന്ന് വെച്ചാൽ അങ്ങനെയാണ് നമ്മുടെ പൊളിറ്റിക്കൽ കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുന്നത്. BJP എന്ന് പറയുന്നതല്ല ആരും. ഞാൻ കാണുന്നത് കേരളത്തിലെയും ഇന്ത്യയിലെയും രാഷ്ട്രീയത്തിന് വന്നിരിക്കുന്ന വലിയൊരു ജീർണതയുണ്ട്. അതൊരു പ്രത്യയശാസ്ത്ര ജീർണതയാണ്. അതുകൊണ്ട് ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ സംബന്ധിച്ചിടത്തോളം BJPയും അതേപോലെ തന്നെ CPM തമ്മിൽ വ്യത്യാസമില്ലാത്ത തരത്തിൽ ചിന്തിക്കാൻ തുടങ്ങിയാൽ ഈ കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ ആകാം എന്നാണ് എനിക്ക് തോന്നുന്നത്. നേരത്തെ അങ്ങനെ ചിന്തിക്കില്ല. കാരണം വളരെ വ്യത്യസ്തമായിട്ടുള്ള നിലപാടിൽ ഉറച്ചു നിന്നിരുന്ന ഒരു സമൂഹം. ഇനി പാർട്ടിയിൽ നിന്നും ഒന്നും കിട്ടാനില്ല എന്നിരിക്കെ മാസം 3.5 ലക്ഷം രൂപ ശമ്പളവും എല്ലാ സൗകര്യങ്ങളും കിട്ടുന്ന ഒരു ഗവർണർ പദവിയും കിട്ടിയാൽ മോശമാണ്. അല്ല, ഞാൻ പറയുന്നത് അങ്ങനെ ഞാൻ അങ്ങനത്തെ രാഷ്ട്രീയത്തെ ഒരിക്കലും കണക്കാക്കിയിട്ടില്ല. രാഷ്ട്രീയത്തെ അങ്ങനെ കണക്കാക്കാൻ ഇപ്പം ഞങ്ങളൊക്കെ പാർട്ടിക്കകത്ത് കലാപം സൃഷ്ടിച്ച് ഞങ്ങൾ പുറത്തു വന്ന് നമുക്കൊക്കെ എത്രമാത്രം ഓഫറുകളാണ് ആരും തന്നാക്കുന്നത് പല പാർട്ടികളും. മനസ്സിലായി? 6 വർഷം ഇരിക്കാൻ നമ്മളാരും എങ്ങും പോകുന്നില്ല. മനസ്സിലായില്ലേ? നമ്മളെങ്ങും പോകുന്നില്ല. അത് നമ്മുടെ ഒരു പൊളിറ്റിക്സാണ്. അങ്ങനത്തെ ഒരു പൊളിറ്റിക്സാണ് ശരിക്കും. ഓഫർ ഗവർണർഷിപ്പായിരുന്നു. ജയരാജൻ ഇന്ത്യയൊന്നും കാത്തിരുന്ന് കാണാം. പുതിയ കാലത്ത് ഈ ഓഫറുകൾക്കാണ് കൂടുതൽ പ്രാധാന്യം. അതെ. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. കൂടുതൽ ആകർഷകമായ ഓഫറുകൾ ആരും സ്വീകരിക്കും എന്ന് കാത്തിരിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.